ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന ആദ്യത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ പൊളിറ്റിയുടെ ഇൻ ദ ഫോം ഓഫ് ഫ്ലോ ചാർട്ട് വഴിയാണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ എഫക്റ്റീവായിട്ടൊരു മെത്തഡോളജി ആയിരിക്കും. നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1773 ആണ്. ഇതെന്താണ്? ഫസ്റ്റ് ലോ പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്, ബ്രിട്ടീഷ് പാർലമെൻറ്റ് റെഗുലേറ്റ് ദ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ നിയമമാണ് ഇത്, ചാർട്ടർ ആക്ട് ഓഫ് 1773. ഫസ്റ്റ് സ്റ്റെപ്പ് ടു ലീഡ് ടു എ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ഈ നിയമം വഴിയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ എഫേർട്ട് ആരുണ്ടാക്കുന്നത്? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഉണ്ടാക്കുന്നത്. അടുത്തത് ഗവർണർ ഓഫ് ബംഗാൾ ടു ടേം ആസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞിരുന്ന പദവി ഇപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ ആക്ടിന് ശേഷം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. പിന്നെ ആരാണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? വാരൻ ഹേസ്റ്റിങ്സ് ആണ്. ബോംബെ മദ്രാസ് അണ്ടർ ബംഗാൾ പ്രസിഡൻസി. ബംഗാൾ പ്രസിഡൻസിൻ്റെ താഴെ ഏതൊക്കെ യൂണിറ്റ്സ് വന്നു? ബോംബെയും മദ്രാസും വന്നു. കാരണം ബംഗാളിനൊരു സുപ്രമസി ആ സമയത്ത് ഉണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട. സുപ്രീം കോർട്ടാണ്, സ്റ്റേറ്റിൻ്റെ കോർട്ടോ ഹൈക്കോർട്ടൊന്നുമല്ല, സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട ഇൻ 1774. പ്രിവെൻറ്റഡ് കമ്പനി ഒഫീഷ്യൽസ് പ്രൈവറ്റ് ട്രേഡ്. ചാർട്ടർ ആക്ട് 1773 എന്താണ് ചെയ്തത്? കമ്പനി ഒഫീഷ്യൽസ് പ്രൈവറ്റ് ട്രേഡിൽ ഏർപ്പെടുന്നത്, അവരവരുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ട്രേഡിൽ ഏർപ്പെടുന്നത് നിർത്തിപ്പിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ചാർട്ടർ ആക്ട് ഓഫ് 1773. അടുത്തത് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റിങ്വിഷ്ഡ് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ദ കമ്പനി. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്, ഇത് രണ്ടും വേർതിരിക്കുന്ന ഏത് ആക്റ്റാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആണ്. ബോർഡ് ഓഫ് കൺട്രോൾ പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് നോക്കുകയും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് നോക്കുകയും ചെയ്തു. ബോർഡ് ഓഫ് കൺട്രോൾ ഏതാണ്? പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ്? കമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്തു. ആദ്യമായിട്ട് ഒരു നിയമം ഇന്ത്യയുടെ ടെറിട്ടറീസിന് ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് പറഞ്ഞത്. പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അവകാശമുള്ള സാധനങ്ങൾ പോലെ, നമ്മുടെ സാധനങ്ങൾ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഓൺഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ പൊസഷനാണ് എൻ്റെ 10 സെൻറ്റ് സ്ഥലം എന്നൊക്കെ പറയുന്നത് പോലെ ബ്രിട്ടീഷ് പൊസഷനായിട്ട് എന്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 എന്തിനെ കണ്ടു? ഇന്ത്യൻ ടെറിട്ടറീസ്. സോ ബ്രിട്ടീഷ് പൊസഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് അസ്യൂംഡ് സുപ്രീം കൺട്രോൾ. ഇപ്പോൾ കമ്പനി അഫയേഴ്സിൽ സുപ്രീം കൺട്രോൾ ആര് ഏർപ്പെടുത്തി? ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തി. ഏതാ നിയമം? പിറ്റ്സ് ഇന്ത്യ ആക്ട്. അടുത്ത ആക്ട് എന്ന് പറയുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ ചാർട്ടർ ആക്ട് 1773 കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള ചാർട്ടർ ആക്ട് ആണ് 1793. 20 വർഷം കൂടുമ്പോൾ ചാർട്ടർ ആക്ടുകളുണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1813 അബോളിഷ് ട്രേഡ് മോണോപോളി എക്സെപ്റ്റ് ഫോർ ടീ ആൻഡ് ട്രേഡ് വിത്ത് ചൈന. അപ്പോൾ കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മോണോപോളി ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കമ്പനിയായിരുന്നു അല്ലേ? ആ ഒരു കമ്പനി ആക്ച്വലി ഇന്ത്യ മുഴുവൻ എല്ലാതരം കൊമേഴ്ഷ്യൽ ട്രേഡിനും ആക്റ്റീവ് ആയിരുന്നു. മാത്രമല്ല മറ്റാരും അവിടെ മറ്റ് കമ്പനികളൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി? ചാർട്ടർ ആക്ട് 1813 എന്താ പറഞ്ഞിരുന്നത്? ബ്രിട്ടീഷ് പാർലമെൻറ്റ് പറഞ്ഞു മറ്റ് ബ്രിട്ടീഷ് കമ്പനികൾക്കും കൂടി ചാൻസ് കൊടുക്കണം, അല്ലാതെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രം എന്ത് ചെയ്താൽ പോരാ, ഈ പറഞ്ഞ ട്രേഡ് നടത്തിയാൽ പോരാ. അതുകൊണ്ട് ബാക്കിയുള്ള കമ്പനികൾക്കും, കാരണം ആ സമയത്ത് അവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ നടന്ന ഒരുപാട് കമ്പനികൾ പ്രോസ്പെറസ് ആകുന്നൊരു സമയമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി? ബാക്കിയുള്ളവർക്കും കൂടി ലൈസൻസസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം. കാരണം അവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കട്ടെ, അല്ലാതെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ പോരാന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഏതിലാണ് കുത്തക നിലനിർത്തിയത്? ടീ ട്രേഡിൽ, തേയിലയിലും അതുപോലെ തന്നെ ചൈന ആയിട്ടുള്ള ട്രേഡിലും എന്ത് പറ്റി? ആ മോണോപോളി നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറേയും കൂടെ ലിബറലാക്കി. അടുത്തത് ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഈസ് നൗ ടേംഡ് ആസ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി. വില്യം ബെൻഡിക്കാണ് ചാർട്ടർ ഓഫ് ആക്ട് ഓഫ് 1833 പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി. കമേഴ്ഷ്യൽ പരിപാടികളിലെ എല്ലാം അതിൽ നിന്ന് റിലീവ്ഡ് ആക്കി. ലോസ് ആർ കാൾഡ് ആക്ട്സ്. ഇത്രയും നാളും ഉള്ള നിയമങ്ങളിലെ റെഗുലേഷൻസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ആക്ട് വഴി വന്ന നിയമങ്ങളെല്ലാം റെഗുലേഷൻസ് ആയിരുന്നു. ഈ ആക്ട് കഴിഞ്ഞതിന് ശേഷം ലോസ് എല്ലാം എന്തായി? ആക്ട്സ് തന്നെയായി, റെഗുലേഷൻ അല്ല ആക്ട് തന്നെയായിട്ട് നിലവിൽ വന്നു. പിന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടഡ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ്, സെപ്പറേറ്റഡ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഓഫ് ഗവർണേഴ്സ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഗവർണേഴ്സ് എക്സിക്യൂട്ടീവ് ഗവർണേഴ്സ് കൗൺസിലിൻ്റെ പരിപാടികളെ ലെജിസ്ലേറ്റീവായിട്ടും എക്സിക്യൂട്ടീവായിട്ടും രണ്ട് രീതിയിൽ തരംതിരിച്ചു. ഇറ്റ് ഈസ് ദ ടൈം ലോക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ടൈം
എന്താണ് ലോക്കൽ റെപ്രസെൻറ്റേഷൻ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ ഇന്ത്യക്കാരെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സർവീസസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ചാർട്ടർ ആക്ട് ഓഫ് 1853 വഴിയാണ് ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സർവീസസ്. എന്നാൽ തന്നെ സിവിൽ സർവീസ് എക്സാമിനേഷനിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ബയസ് ഉണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഓപ്പൺ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻറ്റ് കാണിക്കുന്നത് ഏതാണ്? ഈ പറഞ്ഞ ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റാണ്. ഇത് 1857 റിവോൾട്ടിന് ശേഷം വരുന്ന ആക്റ്റാണ്. ഇതിൽ റൂൾഡ് ഹെൻസ്ഫോർത്ത് ബൈ മെജസ്റ്റേ. അപ്പോൾ ഇനി അങ്ങോട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരിക്കില്ല ഭരിക്കുന്നത്. ആരായിരിക്കും? ബ്രിട്ടീഷ് ക്വീൻ തന്നെയായിരിക്കും ഇന്ത്യനെ ഡയറക്റ്റ്ലി ഭരിക്കുന്നത്. എബോളിഷ്ഡ് ഡബിൾ ഗവൺമെൻറ് എന്താണ് ശരിക്കും? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കോർട്ട് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഈ രണ്ടും എന്താണ് എബോളിഷ് ചെയ്ത്. അപ്പോൾ എബോളിഷ്ഡ് ഡബിൾ ഗവൺമെൻറ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അപ്പോയിൻറ്റ് ചെയ്തു. ലണ്ടനിലാണ് പുള്ളിയുടെ ഓഫീസ്. പക്ഷേ ദർ വാസ് എൻ അപ്പോയിൻമെൻറ്റ് ഓഫ് സെപ്പറേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. പിന്നെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞ ഡെസിഗ്നേഷന് പകരം വൈസ്രോയി ആക്കി. അപ്പോൾ ഫസ്റ്റ് വൈസ്രോയി ആരാണ്? ലോർഡ് കാനിങ് ആയിരുന്നു ഫസ്റ്റ് വൈസ്രോയി. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. പല തരത്തിലുള്ള വ്യത്യാസങ്ങളും വരുത്തിയ ഒരു ആക്റ്റാണ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ. 3 കൗൺസിൽ ആക്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909 ആണ്. അപ്പോൾ ഫസ്റ്റ് കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 ആണ്. ഇതിലാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം. മിനിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഭരിക്കുന്ന ആൾക്കാർക്ക് പല പല പോർട്ട്ഫോളിയോ നൽകുന്നത്. ഇപ്പോൾ നമുക്ക് പറയില്ല, ഇപ്പോൾ ദേവസ്വം അല്ലെങ്കിൽ ഹോം മിനിസ്ട്രി അങ്ങനെയുള്ള പോർട്ട്ഫോളിയോ പോലെ അതിൻ്റെ ഒരു പ്രിമിറ്റീവ് വേർഷൻ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ സിസ്റ്റം കൊടുത്തതാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 ആണ്. രണ്ടാമത്തെ ഇന്ത്യൻ കൗൺസിൽ ആക്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഗേവ് ദ പവർ ഓഫ് ഡിസ്കസിങ് ദ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാം. പക്ഷേ എന്താ, വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കാര്യമില്ല. എന്നാലും ഗേവ് ദ പവർ ഓഫ് ഡിസ്കസിങ് ദ ബഡ്ജറ്റ് 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. പിന്നെ മൂന്നാമത്തെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്താണ്? മോർലി മിൻറ്റോ റിഫോംസ് അല്ലെങ്കിൽ മിൻറ്റോ മോർലി റിഫോംസ് എന്ന് പറയുന്ന കൗൺസിൽ ആക്ട് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ടാണ്. സത്യേന്ദ്ര പ്രസാദ് സിൻഹ ടു വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. ആദ്യത്തെ റെപ്രസെൻറ്റേഷനാണ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ സത്യേന്ദ്ര പ്രസാദ് സിൻഹ ലോ മെമ്പറായിട്ടാണ് പുള്ളീനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 കമ്മ്യൂണൽ ഇലക്ട്രേറ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് വഹിക്കുന്ന ആക്റ്റാണ്. കാരണം മുസ്ലിംസിന് വോട്ട് ചെയ്യുക, ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം ഉണ്ടാക്കാൻ, ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമ്മ്യൂണൽ ഇലക്ടറേറ്റ് ഇൻട്രൊഡക്ഷൻ നടത്തിയത്, മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുത്ത കൗൺസിൽ ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 മോണ്ടേഗു ചെംഫോർഡ് റിഫോംസ് എന്ന് പറയുന്ന ആക്ട്. ഇതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സും റിസർവ്ഡ് സബ്ജക്ട്സും എന്ന് പറഞ്ഞാൽ 2 സബ്ജക്ട്സ് എവിടെ? സെൻട്രലാണോ പ്രൊവിൻസസിലാണോ? പ്രൊവിൻസസിലാണ്. ഡയാർക്കി ഇൻ ദ പ്രൊവിൻസസ്. ഇതിനാണ് ഡയാർക്കി എന്ന് പറയുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് 2 സെറ്റ് ഓഫ് സബ്ജക്ട്സ് ഇൻ ദ പ്രൊവിൻസസ് ഇസ് കോൾഡ് ആസ് ഡയാർക്കി ഇൻ ദ പ്രൊവിൻസ്. ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്തൊക്കെയാണ്? താരതമ്യേന ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് അവിടുത്തെ ലോക്കൽ റെപ്രസെൻറ്റേഷനുമായി ചേർന്നിട്ട് ആലോചിച്ച് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ സബ്ജക്ട്സ്. റിസർവ്ഡ് സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഗവർണറിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മാത്രം തീരുമാനം എടുക്കുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻസ് പോലെയുള്ള സബ്ജക്ട്സ് ആയിരിക്കും റിസർവ്ഡ് സബ്ജക്ട്സ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ആർക്ക് തന്നെയായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ അവരുടെ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസും ഗവർണർ ജനറലിനും തന്നെയായിരുന്നു ഇമ്പോർട്ടൻസ്. പക്ഷേ പേരിന് ഈ പറഞ്ഞ ഡയാർക്കി ഇൻ ദ പ്രൊവിൻസസ് എന്ന രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. സെൻട്രലല്ല, സെൻട്രലിൽ ബൈക്യാമറലിസം, 2 ഹൗസ്, ഒരു ഗവർണറിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഒന്ന് ഈ പറഞ്ഞ പോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സ്റ്റേറ്റ്സും, അങ്ങനെ 2 എണ്ണം. അതാണ് ബൈക്യാമറലിസം എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഇലക്ഷൻ കൊണ്ടുവന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. സെപ്പറേറ്റ് പ്രൊവിൻഷ്യൽ ആൻഡ് സെൻട്രൽ ബഡ്ജറ്റ്സ്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 തന്നെ എന്ത് ചെയ്തു? സെപ്പറേറ്റഡ് പ്രൊവിൻഷ്യൽ ആൻഡ് സെൻട്രൽ ബഡ്ജറ്റ്സ്. സെൻട്രലിൻ്റെയും പ്രൊവിൻസസിൻ്റെയും ബഡ്ജറ്റ്സ് സെപ്പറേറ്റ് ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്ത് തന്നെ പറയാം? മോണ്ടേഗു ചെംഫോർഡ് റിഫോംസ് എന്നും പറയാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആക്ട് വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഏത് ആക്റ്റാണ് ഇങ്ങനൊരു പ്രൊവിഷൻ കൊടുത്തതെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 ആണ്. ഡയാർക്കി എബോളിഷൻ ഓഫ് ഡയാർക്കി ഇൻ ദ പ്രൊവിൻസസിലെ ഡയാർക്കി അബോളിഷ് ചെയ്യും. അതായത് ട്രാൻസ്ഫേർഡും റിസർവ്ഡ് സബ്ജക്ട്സ് ഉണ്ടാക്കിയിട്ട് ഭരിക്കുന്നതാണ് ഈ പറഞ്ഞ ഡയാർക്കി എന്ന് പറയുന്നത്. ഡയാർക്കി അബോളിഷ്ഡ് ഇൻ ദി പ്രൊവിൻസസ് ബട്ട് ഡയാർക്കി അറ്റ് ദ സെൻറ്റർ. ഇൻട്രൊഡ്യൂസ് ഡയാർക്കി അറ്റ് ദ സെൻറ്റർ. സെൻറ്ററിൽ ഡയാർക്കി കൊണ്ടുവരികയും ചെയ്തു. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് RBI ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറഞ്ഞിരിക്കും. അടുത്തത് ഏറ്റവും ലാസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യ ഗെറ്റ്സ് ഇൻഡിപെൻഡൻസ് ത്രൂ ദിസ് ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 2 ഡൊമീനിയൻസ് ആയിട്ടാണ്. അതായത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ബോഡീസ് ആയിട്ടല്ല അവർ പറയുന്നത്, 2 ഡൊമീനിയൻസ് ആണ്. എബോളിഷ്ഡ് ഓഫീസ് ഓഫ് വൈസ്രോയിൻ്റെ ഓഫീസ് അബോളിഷ് ചെയ്തു.
അതുപോലെ തന്നെ ഇറ്റ് എംപവേർഡ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ടു ഫ്രെയിം എനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ടു റിപ്പീൽ എനി ലോ. അതായത് ഏത് തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ഏത് തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ഏത് നിയമമോ ലെജിസ്ലേഷനോ ക്യാൻസൽ ചെയ്യോ റിപ്പീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അത് വോയിഡ് ആണെന്ന് പറയാനെന്ന് അർത്ഥം. അപ്പോൾ അത് വേണമെങ്കിൽ അസാധുവാക്കിക്കൊണ്ട് ഏത് കോൺസ്റ്റിറ്റ്യൂഷനും വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. ബ്രിട്ടീഷ് മോണാർക്ക് ഹാസ് നോ വീറ്റോ. ഇനി മുതൽ ഒരു നിയമത്തിനും എന്താണ് ബ്രിട്ടീഷ് മോണാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ക്യൂവിനോ അല്ലെങ്കിൽ രാജാവിനൊന്നും ഇനി ഒരു വീറ്റോ എക്സസൈസ് ചെയ്യാൻ ഇന്ത്യൻ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെയോ പാകിസ്ഥാനെയോ 2 ഡൊമീനിയൻസിൻ്റെയും കാര്യത്തിൽ വീറ്റോ വൈസ് ഇടപെടാൻ പറ്റില്ല എന്നതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോട്ട്സ് ഉണ്ടാക്കി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പെട്ടെന്നൊരു കാര്യം സെർച്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് കൊണ്ടുവന്ന ആക്ട് ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909 ആണ്. ഇതാണ് പാർലമെൻ്ററി റിഫോംസ് എന്ന് പറയുന്നത് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് എഴുതുക, അത് മാക്സിമം തവണ റിവൈസ് ചെയ്യുക. അതാവുമ്പോൾ കുറേയും കൂടി ക്ലാരിറ്റി നമുക്ക് ഈ പറയുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കിട്ടും. അല്ലാത്ത തവണ എപ്പോഴും എല്ലാ തവണയും എന്ത് ചെയ്യേണ്ടി വരും? നമ്മളൊരു പുസ്തകം എടുത്ത് ഇപ്പോൾ ഇതേ സാധനം തന്നെ ഞാനിപ്പോൾ നിങ്ങൾ നോക്കൂ, ആ ഫസ്റ്റ് ലക്ഷ്മികാന്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നമ്മൾ റിവൈസ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ റിവൈസ് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറ്റ സ്ട്രെച്ചിൽ വായിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് ആക്ടിൻ്റെ താഴെയാണ് ഏതൊക്കെ നിയമങ്ങൾ റെഗുലേഷൻസ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പൊതുവേ നമ്മൾ ഇങ്ങനെ വായിക്കുമെങ്കിലും, നമുക്ക് ആദ്യം സമയമുണ്ടെങ്കിൽ നമുക്കിത് വായിക്കുമെങ്കിലും ഇൻ ടോട്ടൽ ഒരു റിവിഷന് ഏതാണ് നല്ലത്? ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. എഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഏകദേശം ഒരു ജിസ്റ്റ് എന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.